നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ടോം റേഡിയോക്ക് വേണ്ടി ഫാത്തിമ റന നാലിബി. നാടൻ രുചിക്കൂട്ടുകളുമായി അടുക്കള കാര്യം. പുസ്തകത്താളുകൾ വേദിയിൽ പുനർജനിച്ചപ്പോൾ വായന വാരാഘോഷത്തിന് വിസ്മയ കാഴ്ചയായി കഥാപാത്രാവിഷ്കാരം. അടുക്കളക്കാര്യം. വിദ്യാലയത്തിൽ നാടൻ വിഭവങ്ങളുടെ വിരുന്നൊരുക്കി 5ാം ക്ലാസ് രക്ഷിതാക്കൾ. സ്കൂൾ ഓഡിയോ ട്രാക്ക് അക്കാദമിക മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായുള്ള തനത് പ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ വേറിട്ടൊരു ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. അടുക്കളക്കാര്യം എന്ന് പേരിട്ട ഈ പരിപാടിയിൽ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് പ്രധാന അണിയറ ശില്പികളായി മാറിയത്. പൂർണ്ണമായും നാടൻ സാധനങ്ങളും ആരോഗ്യപ്രദമായ ചേരുവകളും മാത്രം ഉപയോഗിച്ചാണ് കുട്ടികൾക്കായി രുചികരമായ വിഭവങ്ങൾ ഒരുക്കിയത്. ഫാസ്റ്റ് ഫുഡുകളുടെയും കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണങ്ങളുടെയും ഈ കാലത്ത് തനത് നാടൻ രുചികളെയും അവയുടെ ആരോഗ്യ ഗുണങ്ങളെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പരിപാടിയുടെ വിജയത്തിനായി സഹകരിച്ച എല്ലാ രക്ഷിതാക്കളെയും അധ്യാപകരെയും PTA കമ്മിറ്റി അഭിനന്ദിച്ചു. നിങ്ങൾ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ രക്ഷിതാക്കളല്ലേ, ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത്? പഴയകാല സ്കൂളിലൊരു ഓർമ്മ വന്നു. പിന്നെ ഞങ്ങൾ സ്കൂൾ പഠിച്ചിരുന്ന ഭക്ഷണം കഴിക്കലും പിന്നെ എല്ലാ കുട്ടികളുടെ കൂടെ ഒക്കെ പങ്കുവെച്ചപ്പോ പഴയ കാലത്തേക്ക് ഞങ്ങൾ പോയി. ഈ വർഷത്തിലെ തനത് പ്രവർത്തനമായ ഒന്നാണ് അടുക്കള കാര്യങ്ങള്. ഈ പരിപാടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. നമ്മുടെ മക്കളെ വന്ന് വിസിറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ഫുഡുകൾ റെഡിയാക്കി കൊടുക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇതിലേറെ മികച്ച രീതിയിൽ ചെയ്യുമെന്നാണ് ഞങ്ങളെ ഇപ്പൊ വന്ന രക്ഷിതാക്കളുടെ അഭിപ്രായം. നിങ്ങൾ ഉണ്ടാക്കിയ വിഭവങ്ങളെ പേരൊന്ന് പറയാം. ഞങ്ങള് മുരിങ്ങയും പരിപ്പും കറി, മുരിങ്ങയിലെ ചമ്മന്തി, പിന്നെ ഒരു കൂട്ടാന്, കപ്പ, ചേമ്പ്, ചേന, അങ്ങനെ നമ്മളെ തൊടികളിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ട് ഒരു കൂട്ടാന്. അതാണ് ഞങ്ങളോട് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ വിഭവങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മായം ചേർക്കാത്ത നമ്മൾ തൊടിയിലുണ്ടാക്കുന്ന ചേമ്പ്, പൂള, എല്ലാ പലതരം വിഭവങ്ങളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. അത് നല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സംഭവം. അടുക്കള കാര്യം സീസൺ 1 വിജയിപ്പിച്ച 5ാം ക്ലാസ്സിലെ രക്ഷിതാക്കൾക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുന്നു. ടോം റേഡിയോക്ക് വേണ്ടി ഫാത്തിമ റന നാലിബി. അക്ഷരക്കൂട്ടിൽ നിന്ന് വേദിയിലേക്ക് പുനർജനയിലൂടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന് വിദ്യാർത്ഥികൾ. വായന വാരാഘോഷത്തിന് വേറിട്ടൊരു അധ്യായം കുറിച്ചുകൊണ്ട് സ്കൂളിൽ സംഘടിപ്പിച്ച പുനർജനി കഥാപാത്രാവിഷ്കാര മത്സരം കാണികളിൽ വിസ്മയമുണർത്തി. മലയാള സാഹിത്യത്തിലെ അനശ്വര കഥാപാത്രങ്ങളെ പുസ്തകത്താളുകളിൽ നിന്ന് വേദിയിലേക്ക് പുനരാനയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. സാഹിത്യപ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ വേറിട്ടൊരു ദൃശ്യവിരുന്നാണ് പുനർജനി സമ്മാനിച്ചത്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരുടെ വിഖ്യാത കൃതികളിലെ കഥാപാത്രങ്ങളായി വേഷപ്പകർച്ചയണിഞ്ഞ് കുട്ടികൾ വേദിയിൽ നിറഞ്ഞാടി. ഓരോ കഥാപാത്രത്തിന്റെയും വിചാരങ്ങൾ തനതായ ശൈലിയിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ ഏവരുടെയും കയ്യടി നേടി. അരങ്ങുണർത്തിയ കറുത്തമ്മയും മാർത്താണ്ഡവർമ്മയും തകഴി ശിവശങ്കര പിള്ളയുടെ വിഖ്യാത നോവലായ ചെമ്മീനിലെ കറുത്തമ്മയായി കുട്ടികൾ വേദിയിലെത്തിയതും ശ്രദ്ധേയം. CV രാമൻ പിള്ളയുടെ ചരിത്ര പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ ധീരനായ രാജകുമാരനായി വേഷമിട്ടെത്തിയ 4ാം ക്ലാസ്സിലെ ഷാജിലിന്റെ പ്രകടനം വേദിയിൽ രാജകീയ പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു. പ്രധാന അധ്യാപകൻ അലി മാസ്റ്ററുടെ നേതൃത്വത്തിൽ മറ്റു അധ്യാപകർ പരിപാടിക്ക് നേതൃത്വം നൽകി. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan,
chasing vibes like seashells in the sand. Radio hums a tune I can't name. Crooked smiles crashing waves. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ശുഭരാത്രി.